എടാ ശശാങ്ക, നിന്നെ തിരക്കി ഒരു പെണ്ണ് വന്നിരുന്നു. പെണ്ണോ? പെണ്ണല്ലാതെ പിന്നെ ആണുങ്ങൾ ആരെങ്കിലും നിന്നെ തിരക്കി വരുവോടാ? പെണ്ണാണെങ്കിലും ജീവനുണ്ടല്ലോ, അല്ലാതെ ശവല്ലല്ലോ. എടാ, കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ കാണാൻ സുന്ദരിമാരായ പല പെൺപിള്ളേരും വന്നിരിക്കും. അതിൽ നിനക്ക് അശുഷ തോന്നിയിട്ട് കാര്യമില്ല. മോനെ ശശുങ്ക, നിന്നെ ഞാൻ സുന്ദരാന്നൊന്ന് വിളിച്ചോട്ടെ? വിളിക്കണ്ട. നീ ആ മെഡിക്കൽ കോളേജിന്റെ അറ്റത്ത് 3-ാം വാർഡിലെ കുറച്ചു മുമ്പ് ഒരു നിലവിളി കേട്ടു. ഏതോ ഒരുത്തൻ തട്ടിപ്പോയിട്ടുണ്ട്. അവിടെ പോയി വിളിക്ക്, നിനക്കൊരു ഹോട്ടലിലും കിട്ടും. ഒരു കന്യക ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായിരിക്കുന്നു. ശശാങ്ക, ശശാങ്കൻ, ഒരു മിനിറ്റ്. നീ നിന്റെ ഡെഡ് ബോഡി ഓട്ടത്തിനാരും മറക്കണ്ട. ഞാനിപ്പോ വരാം. ശശാങ്കന് ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? ഒടുവില ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എന്തിനാ തിരക്കിയേ? എന്റെ ഒരു മാല കളഞ്ഞു പോയി. അത് കിട്ടിയോന്ന് അറിയാനാ. ഇല്ല, കിട്ടിയില്ല. അയ്യോ, അതാ കാറിൽ തന്നെ ഉണ്ടാവും. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോ ആ ധൃതിക്കിടയിൽ ഹാൻഡ് ബാഗിൽ നിന്ന് പോയതാ. പ്ലീസ് ഒന്ന് നോക്കൂ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാ. അല്ല, അത് എന്താ? ഒന്നുമില്ല, മാല കിട്ടി. അത് വീട്ടിലിരിക്കാ. ഹോ, സമാധാനായി. അതൊന്ന് എടുത്തു തരുമോ? അതിപ്പോ നാളെ വന്നാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാളെ വരാം. ബൈ. അമ്മേ, ആരടാ അവള്? നിന്റെ അമ്മൂമ്മ. എന്താ അവള് പറഞ്ഞേ? അവള് പറഞ്ഞത് തന്നെ. എല്ലാരും മാല കാണിച്ചു കേട്ടാ. എല്ലാവർക്കും നല്ല ബെസ്റ്റ് ഒപ്പീനിയൻ. പക്ഷേ ശ്യാമള ചേച്ചി റേഷൻ കടയിൽ പോയി മാല കാണിക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചിട്ട് വരട്ടെ. നാറും എന്താ? അല്ല, റേഷനരി നാറൂന്ന് പറഞ്ഞതാ. റേഷനരി അല്ലേ ഏട്ടാ, നാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. താങ്ക്സ്. എടി മൂദേവി, നിന്നോട് ആരാ പറഞ്ഞ മാലും ചാർത്തി കിടക്കാൻ?
എന്റെ ദൈവമേ, കഷ്ടപ്പെട്ട് വളയം പിടിച്ചുണ്ടാക്കിയ കാശാണല്ലോ, കൊണ്ടുപോയി തൊലച്ചല്ലോ. ഇനി മേലാൽ എന്നോട് മാല വളാന്ന് പറഞ്ഞ് കറഞ്ഞാൽ ഒറ്റ ചവിട്ടിയാൻ വെച്ചരും. പോയി കിടന്നോർക്കടി. അച്ഛ എത്രണ്ണം കിട്ടി അച്ഛാ? അച്ഛനോട് എന്ത് സ്നേഹ അയൽവക്കാർക്ക്. ബെസ്റ്റ് അയൽവക്കം. പാ മക്കളെ, ഈ സ്നേഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ. പോ. ഹായ്. എന്താ വൈകിയേ? വൈകിന്ന് വെച്ച് മാല തരില്ലെന്നുണ്ടോ? അയ്യോ അതല്ല, ഞാൻ ഓട്ടം വന്നിട്ടും ഓടാൻ പോകാതെ കാത്തു നിൽക്കായിരുന്നു. അയ്യോ സോറി കേട്ടോ. ഓ, ഇതാ മാല. എടാ ഭാനുവേ, ഇതിത്തിരി മൂത്ത ലക്ഷണമാണല്ലോടാ. ഇവളെ വീട്ടുകാരറിഞ്ഞാൽ അവനെ എടുത്തിട്ട് മൂപ്പിക്കും. ഇവളെവിടെ ഉള്ള പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പോയൊന്ന് മൂപ്പിക്കായിരുന്നു. ശശാങ്കനെ എനിക്ക് ഇഷ്ടമായി. ഇത്രയും ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള ഒരാളിനെ ആദ്യമായിട്ട് കാണുക. ഒരിക്കലും ഞാൻ മറക്കില്ല. താങ്ക്സ്. വരട്ടെ. ബൈ. അയ്യോ എന്റെ മാല. അയ്യോ ശശിയേട്ടാ, 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 ദേ എന്റെ മാല മോഷിച്ചോടെ കണ്ടുപിടിച്ചു. ദേ ആ വണ്ടി പോണു. വേഗം കാർ ഇടിയട്ടാ. പൊടി അവിടുന്ന്. അത് നിന്റെ മാലയൊന്നുമല്ല. ആണിയേട്ടാ, ഞാൻ കണ്ടതല്ലേ. വണ്ടി ഒന്ന് ഇടിയട്ടാ പ്ലീസ്. എന്താ കാര്യം? അതെ, ഇന്നലെ രാത്രി ഞാൻ കിടന്നെങ്കിൽ കള്ളം വന്ന് എന്റെ മാല മോട്ടിച്ചേ. ഇപ്പൊ അതാ കാറേ പോന്ന പെണ്ണിന്റെ കഴുത്തെ കിടക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് ശശിയേട്ടൻ വിശ്വസിക്കണില്ല. എന്നാ ചന്ദ്രേ, കള്ളം കപ്പലിൽ തന്നെയുണ്ട്. ഞാൻ കയ്യോടെ പിടിച്ചു തരാം. ഉദ്യാനപാലക വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പറയട്ടെ. എന്നാ കേള്, മാല വലിച്ചു പൊട്ടിച്ചത് അവൻ തന്നെയാ, അവർക്ക് കൊടുത്തത് അവൻ തന്നെയാ. എവിടെ പിന്നെ പ്രേമമാ? അയ്യോ എന്റെ ശശാങ്കൻ ചേട്ടാ, ഞാൻ എന്തായി കേൾക്കുന്നേ? എടി ഇവര് വട്ടാ, നീ ഇതൊന്നും വിശ്വസിക്കരുത്. ഓടാ അവിടെ നിന്ന്. കള്ളമാണെങ്കിൽ ഇവര് പറയട്ടെ, അങ്ങോട്ട് പറയണ. മാല കൊടുക്കുന്നത് ഞങ്ങള് കണ്ടതാ. അയ്യോ ഇയാൾ എന്നെ ചതിച്ചു. ഇനി ഒരു സെക്കൻഡ് ജീവിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ? എടി ചന്ദ്രികേ, നീ വെറുതെ ഇവന്റെ ശവവണ്ടിക്ക് ഓട്ടുണ്ടാക്കരുത്. നിന്റെ രണ്ടിനെ വണ്ടി കയറ്റിട്ട് എന്നെ ഓട്ടം നിർത്തോണ. ചന്ദ്രികേ, ചന്ദ്രികേ. വണ്ടിക്കൊക്കെ ഇപ്പൊ സ്പീഡ് കുറവാണെന്ന് തോന്നുന്നു. എന്തടി ചാകാഞ്ഞ്? അയ്യാ, അതിന് വേറെ ആളിനെ നോക്ക്. ഞാൻ ചത്തിട്ട് അവിടെ അവിടെ പോയി താമസിക്കാനല്ലേ. ഞാൻ ജീവിച്ചിരിക്കുകയാണ്, നടക്കത്തില്ല. അന്നാ കേട്ടോ, ഞാൻ അവളെ പ്രേമിക്കും, കെട്ടും, കൂടെ താമസിപ്പിക്കും. നിനക്ക് നിന്റെ അച്ഛൻ പെരട്ട പണിക്കർക്ക് എന്നെ ഒരു പുല്ല് ചെയ്യാൻ പറ്റില്ല. അയ്യോ ട്രെയിൻ വാങ്ങിട്. മാലയുടെ പേരും പറഞ്ഞ് മോളെ എങ്ങോട്ടാ? ശങ്കരമംഗലത്തേക്ക്. കണ്ടോ അപ്പച്ച വേണ്ട. അപ്പച്ചനും കൂടി സമ്മതിച്ച കണ്ടീഷനല്ലേ. ആഴ്ചയിൽ 3 ദിവസം നെല്ലിപ്പറമ്പിലും 3 ദിവസം ശങ്കരമംഗലത്തും, പിന്നെ ഒരു ദിവസം മീനൂസ് ചോയ്സ്. ദേ ഇനി വാക്ക് മാറരുത്. മോളിങ് വന്നേ, അപ്പച്ചൻ പറയട്ടെ. മോളെ, നീ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഓടി നടന്നാ മതിയോ? സ്ഥിരമായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് നിനക്ക് സന്തോഷമായിട്ട് കൂടണ്ടേ? അതിനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. ഉണ്ട്. അതിനുള്ള ഭാഗ്യം നിനക്ക് അപ്പച്ചൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അപ്പച്ച? നിന്നെ അപ്പച്ചൻ കെട്ടിച്ചു വിടാൻ പോണൂന്ന്. റിയലി? ആ, എന്താടി കെട്ടിപ്പോവാൻ നിനക്ക് അത്ര തിരക്കായോ? പിന്നില്ലാതെ. ഇതൊരുമാതിരി ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. അതെ, ഇതാണ് ചെക്കന്റെ ഫോട്ടോ. എങ്ങനുണ്ട്? ഒരു വില്ലന്റെ മട്ടുണ്ട്. ഏയ്, നേരിട്ട് കാണാൻ സുന്ദരനാ. 1ാം റാങ്കോടെ MBA പാസ്സായത്. പേര് ടോണി ജോസഫ്. ഇപ്പൊ നമ്മുടെ ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടോണിയാ. മോൾക്ക് ഇഷ്ടാവുന്ന അപ്പച്ചൻ അറിയാം. അതുകൊണ്ടാ അപ്പച്ചൻ വാക്ക് കൊടുത്തത്. അയ്യോ അപ്പച്ച, നേരെ ഞാൻ പോട്ടെ. മോളെ, കെട്ടിച്ചയക്കുന്നത് വരെ ഒരു മകളുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും അവളുടെ അപ്പനും അമ്മയ്ക്കുള്ളതാ. പക്ഷേ നിന്റെ അപ്പൻ അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഒന്ന് മാത്രമേ അപ്പച്ചൻ ചോദിക്കുന്നുള്ളൂ. ഈ കല്യാണം നടത്താനുള്ള അവകാശമെങ്കിലും നീ എനിക്ക് നിഷേധിക്കരുത്. എന്താ അപ്പച്ച ഈ പറയണേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? എന്നാ മോള് ഈ ബൈബിൾ തൊട്ടൊന്ന് സത്യം ചെയ്യേ. അപ്പച്ചന്റെ ഒരു സമാധാനത്തിനാ. കർത്താവാണ് സത്യം. എന്റെ അപ്പച്ചന്റെ തീരുമാനത്തിന് ഒരിക്കലും ഞാൻ എതിര് നിൽക്കില്ല. എന്തൊരു കഷ്ടായത്. നിക്ക് 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 നിക്ക്. ഉണ്ണിത്തൻ ചേട്ടൻ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു ബോംബ് പൊട്ടിക്കാം. എന്നാ അതിലും വലിയൊരു ആറ്റം ബോംബ് ഞാൻ ഇപ്പൊ പൊട്ടിക്കാം. എന്നാ പൊട്ടിക്ക്. ഈ ആട്ടവും ചാട്ടവും ഒക്കെ നിർത്തിക്കോ. അമ്മാവന്മാര് കൊച്ചുവമ്പുരാട്ടിക്ക് ഒരു കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. നാശിപ്പിച്ചു കഴുത. പെൺകുട്ടികളോട് കല്യാണക്കാരിയും ഇങ്ങനെയാണോ പറയണത്? അതിനൊരു മട്ടും മയൊക്കെ ഇല്ലേ?
ആട്ടവും ചാട്ടവും നിർത്തോ നീ എങ്ങോട്ടാ? അടയ്ക്കാ പറമ്പിലേക്ക്. ആ ചമ്പൻ എണ്ണുമ്പോ നോട്ടം വേണം. ഉവ്വ. നോട്ടം തെറ്റിയാ എണ്ണം ചാക്കി കേറും. ഉവ്വ. ആ നോക്കോ. ചുങ്കത്തറയുന്ന ആലോചന എന്ന് കേട്ടപ്പോ ഏട്ടൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. നാലാളോട് പറയുമ്പോ തന്നെ ഒരു അന്തസ്സില്ലേ. ചെക്കനാണെങ്കി വിട്ടുമിടുക്കനും. പെണ്ണിനെ ഒന്ന് കാണുക പോലും ചെയ്യാതെയല്ലേ അവര് സമ്മതം മൂളിയത്. ഒക്കെ നിന്റെ ഭാഗ്യം മോളെ. ആ ഇനി ഇങ്ങനെ ഓടിക്കളിച്ചൊന്നും നടക്കാൻ പാടില്ല കേട്ടോ. കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികള് പെരയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ലെന്നാ പണ്ടുള്ളവരൊക്കെ പറയാറ്. മതി. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇതിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കണോ? മോളെ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. ഇതിനാണോ എല്ലാരും കൂടെ ബാംഗ്ലൂരിൽ നിന്നെ തിരക്കിട്ട് വിളിച്ചു വരുത്തിയത്? അയ്യോ എന്തൊക്കെയാ നീ പറയണേ? എല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ചിട്ടിപ്പോ ഉറപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? എന്നോട് ചോദിച്ചിട്ടാണോ? ഒക്കെ അങ്ങ് സ്വയം തീരുമാനിക്കുക. ആരെ തോൽപ്പിക്കാനാ അമ്മേ? എന്നെയോ അതോ അപ്പച്ചനെയോ? കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചോ? എന്താ നിന്റെ മനസ്സില്? പറയ എന്താണെന്ന്. അമ്മയുടെ മോളാ ഞാൻ. അമ്മ പറയുന്ന ആരെ വേണമെങ്കിലും ഞാൻ വിവാഹം കഴിക്കാം. പക്ഷേ ആ വിവാഹത്തിന് അപ്പച്ചന്റെ അനുഗ്രഹം ഉണ്ടാവണം. പറ്റുമോ? ഇവിടെ ഉറപ്പിച്ച പോലൊരു കല്യാണം അപ്പച്ചനും തീരുമാനിച്ചാൽ എന്താ ഉണ്ടാവുമെന്നറിയോ അമ്മയ്ക്ക്? ഒന്നും കളയും ഞാൻ. അങ്ങനെ ഒരു മോഹം ഒരുത്തനും മനസ്സിൽ കൊണ്ടു നടക്കണ്ട. ശങ്കരമംഗലത്തെ പെണ്ണ് ഒരു നസ്രാണി ചെക്കന്റെ കൂടെ ഇനി പൊറുക്കില്ല. പൊറുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല.